കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഗുരുവായൂരപ്പൻ ഇന്ന് ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നു. വളരെ അധികം തിരക്കായിരുന്നു. ഇന്നിപ്പോൾ 1:30 അടയ്ക്കാൻ വേണ്ടിയിട്ട് 2:15 2 മണി കഴിഞ്ഞിട്ടാണ് അടച്ചത്. നേരം വളരെ വഴുകി. മോറൽ പെയിൻറ്റിങ്ങിൻ്റെ അത് ഉള്ളിൽ നടക്കുകൊണ്ടാണ് 1:30 അടയ്ക്കുന്നത്. ഇനിയിപ്പോൾ 7-ാം തീയതി, ഇന്ന് 5-ാം തീയതി അല്ലേ, 7-ാം തീയതി ഭഗവതിക്ക് താലപ്പൊലിയാണ്. അപ്പോൾ 11:30 രാവിലെ ക്ലോസ് ചെയ്യും. പിന്നെ 4:30 തുറക്കുക. എന്തായാലും നമുക്ക് ഗുരുവായൂരപ്പനെ തൊഴാൻ പോവാം. ആദ്യം തന്നെ ആ ഗണപതിയെ കണ്ട് തൊഴാം. കിഴക്കേ നടയിലുള്ള ഗണപതിയെ കണ്ട് വിഘ്നങ്ങളൊക്കെ അകറ്റിയിട്ട് ഗുരുവായൂരപ്പൻ്റെ ഗോപുരനടയിലൂടെ നമുക്കകത്തേക്ക് പ്രവേശിക്കാം. അങ്ങനെ വരുമ്പോൾ വാതിൽപ്പടിയുടെ അവിടെ എത്തി. വാതിൽപ്പടിയുടെ എത്തിയിട്ട് ഗുരുവായൂരപ്പൻ്റെ ആ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണാം 2 കാൽപാദങ്ങൾ കാണാനുണ്ട്. കാൽപാദങ്ങൾ 2 കാൽവളകൾ കാണാനുണ്ട്. അതിങ്ങനെ പിണച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ പട്ടൊക്കെ കൊടുത്ത് മഞ്ഞ പട്ട് കൊടുത്തിട്ടുണ്ട്. അരയിൽ കിങ്ങിണി ചാർത്തിയിട്ടുണ്ട്. അങ്ങനെ മേലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ചെറിയ ഉണ്ണിക്കണ്ണനാണ് കേട്ടോ. ഉണ്ണിക്കണ്ണൻ ബാലഗോപാലനാണെന്ന് പറയാം. പക്ഷേ ചെറുതായിട്ടൊരു ഓടക്കുഴലും കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ഓടക്കുഴലാണ്. അതിങ്ങനെ അത്രയും സൂക്ഷ്മതയോടെ നോക്കിയാലേ കാണാമല്ലോ. അല്ലെങ്കിൽ ബാലഗോപാലനായിട്ടാണ് തോന്നുക. പക്ഷേ മുരളീധര സ്വരൂപത്തിലാണ് അകത്ത്, ശ്രീലകത്ത്. അങ്ങനെ നോക്കുമ്പോൾ പീലിത്തിരിമുടിയൊക്കെ കെട്ടിയിട്ടുണ്ട്. കളഭം കൊണ്ട് പീലിയൊക്കെ ചാർത്തിയിട്ടുണ്ട്. കഴുത്തിലൊരു മാങ്ങാമാല ഉണ്ട്. ഒരു വളയം പോലത്തെ മാല ഉണ്ട്. അതുകൂടാതെ തെച്ചി, തുളസി, വെളുത്ത പൂവ്, അങ്ങനെ സമമായിട്ട് 2 വലിയ ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. നല്ല വലിയ ഉണ്ടമാലകളാണ്. പിന്നെ തിരുമുടിമാല തെച്ചിയും തുളസിയായിട്ടുള്ള ഒരെണ്ണം, തെച്ചിയും താമരയും തോന്നുന്നു, അങ്ങനത്തെ ഒരെണ്ണം. പിന്നെ വിധാനമായിട്ട് 4 തുളസി മാലകൾ മേലെ ഇങ്ങനെ കാണാനുണ്ട്. കൈവളകൾ ചാർത്തിയിട്ടുണ്ട്. തോൾവളകളുണ്ട്. ചെവിപ്പൂക്കളുണ്ട്. പൊന്നിൻ്റെ ഗോപി തിലകം ചാർത്തിയിട്ടുണ്ട്. വളരെ നല്ല രസമായിട്ടുള്ള ആ ഒരു അലങ്കാരമാണ്. ഇന്ന് പഴയം നന്തോദിക്കനാണ് കളഭാലങ്കാരം ചെയ്തിട്ടുള്ളത്. ഇന്ന് ഉച്ചപൂജ ഉണ്ടായിരുന്നത് പൊട്ടക്കുഴി ഭവദാസോദിക്കൻ. വളരെ നന്നായിട്ടുള്ള തിരക്ക് കാരണം ഇന്ന് പന്തീരടിയൊക്കെ നേരം വഴുകിയിട്ടാണ്. ഉദയാസ്തമന പൂജ ഉണ്ടാകുമ്പോൾ തന്നെ പന്തീരടിയൊക്കെ നേരം വഴുകിയിട്ടാണ് ഉണ്ടാവാറ്. 11 മണി കഴിഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഉച്ചപൂജയ്ക്ക് അടച്ചു. പിന്നീടാണ്, അപ്പോഴും ലൈന് നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും വന്ന് തൊഴുതു. അവസാനം വരുന്ന ആളുകൾക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം പെട്ടെന്ന് മാറ്റും. എന്തായാലും ഇപ്പോൾ നമ്മൾ ആ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തിൻ്റെ മുൻപിലാണ്, സോപാനപ്പടിയിലാണ്. വരാൻ പറ്റാത്തവർക്കും വന്നവർക്ക് വീണ്ടും കേൾക്കുക. അപ്പോൾ ആ ഒരു പ്രതീക്ഷ ഉണ്ടാവും. അതുപോലെ വരാൻ പറ്റാത്ത ആളുകൾ നമ്മളിപ്പോൾ എന്നെ ശ്രവിക്കുമ്പോൾ ആ സോപാനപ്പടിയിൽ നിന്ന് നമ്മൾ കണ്ണനെ, ഗുരുവായൂരപ്പനെ കാണുകയാണെന്ന് മനസ്സിലേക്ക് അങ്ങോട്ട് ചിന്തിക്കുക. അപ്പോൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചോളൂ. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. മനസ്സമാധാനത്തോടെ പ്രാർത്ഥിച്ചോളൂ. നേരിട്ട് അവിടെ ചെല്ലുമ്പോൾ മാത്രമാണല്ലോ നമ്മൾക്ക് വേഗം നീങ്ങാൻ പറയുക. ഇതിപ്പോൾ സമാധാനമായിട്ട് ആ കണ്ണനെ, ആ മുരളീധര സ്വരൂപത്തെ, ശ്രീകോവിലിലെ ഉള്ളിലെ, നാലമ്പലത്തിനുള്ളിലെ ആ ശ്രീലകത്തിങ്ങനെ ഇരിക്കുന്ന ആ പൊന്നുണ്ണിയെ കാണാം. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. അത് കഴിഞ്ഞ് നമ്മൾ തിടപ്പള്ളിയിലേക്ക് നോക്കി തൊഴുതു. ഗണപതി ഹോമവും ഉഷപൂജയൊക്കെ നടത്തുന്ന, നേദ്യമൊക്കെ തയ്യാറാക്കുന്ന തിടപ്പള്ളി വളരെ പ്രാധാന്യം അർഹിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ കണ്ട് തൊഴുതു. അതുപോലെ സപ്തമാതാക്കളെ കണ്ട് തൊഴുക. അതേമാതിരി നേരെ വരുമ്പോൾ ഗണപതി സ്വാമിയുടെ അടുത്തെത്തി. ഗണപതിക്ക് ഇന്ന് പുറകിലൊക്കെ നല്ല അലങ്കാരങ്ങൾ, വലിയ എന്താ പറയുക, അലങ്കാരങ്ങളുണ്ട്. കൂടുതലായിട്ട് മാലകളുണ്ട്, അലങ്കരിച്ചിട്ടുണ്ട്. പിന്നെ ആ വെള്ളിയുടെയും ഒക്കെ പാടായിട്ടുള്ള ഒരു
പുറകു വശത്ത് ഇങ്ങനെ കാണാൻ പറ്റുന്ന തരത്തിലുള്ളതുണ്ട്. അതുപോലെ കദളിപ്പഴം ഉണ്ട്, നിറയെ കദളിപ്പഴം കൊടുത്തിട്ടുണ്ട്. നിറയെ പുഷ്പങ്ങളുണ്ട്, അർച്ചന പ്രസാദങ്ങളുണ്ട്. ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്, കൊമ്പും തുമ്പി കൈയൊക്കെ. മൊത്തത്തിൽ ആകെ എല്ലായിടത്തും കൂടി അലങ്കാരം കൊണ്ട് ഇങ്ങോട്ട് നിറഞ്ഞിരിക്കുകയാണ് ഗണപതി. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ സരസ്വതി ദേവിയുടെ അടുത്തേക്ക് നോക്കിയാലോ 2 മാലകൾ കാണാനുണ്ട്. ഒരു തെച്ചിയും തുളസിയായിട്ടുള്ള ഒരെണ്ണും വെളുത്ത പൂവായിട്ട് ഒരെണ്ണും. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ കണ്ടു തൊഴുത് നമ്മൾ വിഘ്നേശ്വരൻ്റെ ചെറിയ രൂപം കാണാം, അതൊന്ന് തൊട്ട് തലോടി തൊഴുത് വരാം. അതുപോലെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങൾ ആ മേൽശാന്തി ഇരിക്കുന്നതിൻ്റെ അടുത്തുണ്ട്. മേൽശാന്തിയുടെ അവിടെ ഇന്ന് ഭവതാസ്വദിക്കനാണ് ഇരിക്കുന്നത്. അപ്പോൾ അർച്ചന പ്രസാദം വാങ്ങാം. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ പുറകുവശത്തായിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. അത് കഴിഞ്ഞാൽ നേരെ അനന്ത പത്മനാഭസ്വാമീനെ കണ്ടു തൊഴാം. ആ പത്മനാഭസ്വാമിയുടെ വിഗ്രഹത്തിൽ വലിയ താമരമാല ചാർത്തിയിട്ടുണ്ട്. അതുപോലെ തുളസിമാല അങ്ങനെ നിറച്ചുണ്ട്, വെളുത്ത പൂവുണ്ട്. ലക്ഷ്മി വിളക്കിൽ നിറയെ ദീപമായിട്ടിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ട് തൊഴുതോളും. അത് കഴിഞ്ഞ് ദശാവതാര രൂപങ്ങളൊക്കെ 3 രാമന്മാരും, രാമനും ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനും ഒക്കെ കണ്ട് തൊഴുത് വരിക. അങ്ങനെ കൃഷ്ണൻ്റെ അടുത്ത് വരാം. അത് കഴിഞ്ഞ് മുരുകൻ്റെ അവിടെ അഭിഷേകം ഉണ്ട്. അഭിഷേകം കണ്ടിട്ട് മലർ നിവേദ്യത്തിൻ്റെ ഇതൊക്കെ കാണാനുണ്ട്. അതൊക്കെ കണ്ട് നേരെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോഴോ നിറയെ മാലകളുണ്ടെന്ന്, വെറ്റില മാലകൾ ധാരാളം. അപ്പോൾ ഹനുമാൻ സ്വാമീനെ കണ്ട് തൊഴാം. രാധാകൃഷ്ണ വിഗ്രഹങ്ങളൊക്കെ കാണാം. അതിനുശേഷം ഓവിൻ്റെ പുറകു വശത്തായിട്ട് ഓവിൻ്റെ അവിടെ എത്തിയിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞാൽ ആ ഗ്രില്ലിനപ്പുറത്ത് കിടന്നിട്ട് കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴുക. അത് കഴിഞ്ഞാൽ നേരെ ആ മണിക്കിണർ നോക്കി കാണാം. അതേപോലെ നമ്മുടെ നൃത്താറയിലേക്ക് നോക്കിയാൽ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ നൃത്തം ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക. അവിടെ ആ കിടാവിളക്ക് കത്തുന്നു. അത് കഴിഞ്ഞ് നേരെ ഇങ്ങനെ വടക്കേ നടയിൽ അവിടെ എത്താറാകുമ്പോൾ കുറൂരമ്മേനൊക്കെ കണ്ട് നേരെ ആ വസുദേവരെയൊക്കെ കാണാം. വടക്കേ നടയിലൂടെ പുറത്തിറങ്ങി നേരെ ആ പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. ഇനി ഇടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാൻ പോവാം. താലപ്പൊലി എടുത്തു. ഭഗവതിക്ക് ഭയങ്കര സന്തോഷത്തിലാണ്. നല്ല ചുവന്ന പട്ടൊക്കെ എടുത്ത് ചുവന്ന പൊട്ടൊക്കെ വെച്ച് വളരെ കണ്ണെഴുതി പൊട്ടൊക്കെ തൊട്ട് വളരെ മനോഹരിയായിട്ടാണ് ഇരിക്കുന്നത്, ഭക്തരെ എല്ലാവരും അനുഗ്രഹിക്കാനായിട്ട്. നിത്യവും വൈകുന്നേരം പുറത്തേക്ക് എഴുന്നള്ളിപ്പുണ്ട് ഭഗവതിയുടെ. ഇനിയുണ്ട്, ആ താലപ്പൊലി കഴിയുന്നത് വരെയുണ്ട്. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ കണ്ടു തൊഴുത് വീണ്ടും നമ്മൾ മമ്മിയൂരപ്പനെ കാണുക. മമ്മിയൂരപ്പനെ കണ്ട് പ്രാർത്ഥിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അതിനുശേഷം ആ കൊടിമരം നോക്കിയിട്ടൊന്ന് തൊഴുത് കൊടിമരത്തിൻ്റെ അവിടെ എത്തുക. അവിടെ എത്തിയാലോ നേരെ ഒന്നുകൂടി ശ്രീലകത്തേക്ക് നോക്കിയിട്ട് തൊഴുക. മുരളീധര സ്വരൂപത്തെ കണ്ട് തൊഴാം, വേണുഗോപാല സ്വരൂപമായിട്ടുള്ളത്. അതിനുശേഷം കൂത്തമ്പലത്തിൽ അവിടെ വന്നിട്ടൊന്ന് തൊഴുക. അയ്യപ്പസ്വാമിയുടെ അടുത്ത് കണ്ട് തൊഴുക. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. ഒന്ന് വലം വെച്ചിട്ട് പടിഞ്ഞാറ നടയിൽ അവിടെ എത്തുക. അപ്പോൾ ദീപസ്തംഭത്തിലേക്ക് നോക്കിയാലോ വേണുഗോപാല സ്വരൂപം കാണാം. കൊടിമരത്തിലും വേണുഗോപാല സ്വരൂപത്തിൽ ആ മുരളീധരനായിട്ട് ഇങ്ങനെ നിൽക്കുക. അന്ന് ശ്രീലകത്തും പുറത്തും ഒക്കെ വേണുഗോപാല സ്വരൂപത്തിലാണ്. അപ്പോൾ എല്ലാവരും ഇന്നും നമ്മൾ ആ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കളഭാലങ്കാരം കണ്ടു. എൻ്റെ കൂടെ വന്നിട്ട് എല്ലാവരും തൊഴുതു. എന്നെ കേൾക്കുന്ന ആളുകൾ ആ സമയത്ത് തൊഴുക എന്നുള്ളത് ആ ഒരു മനസ്സിലേക്ക് എത്തുക. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ
പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.